2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരുപാട് ചേഞ്ചസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ടാക്സ് റേറ്റിലാവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിലൊക്കെ കേസിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫോം റിലീസ് ചെയ്തപ്പോൾ ഇപ്പോൾ ITR 1, ITR 4 അല്ലെങ്കിൽ ITR 2, ITR 3 ഈ ഫോമുകൾ, ഇൻഡിവിജ്വൽസിൻ്റെ ഫോമുകൾ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട 13 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ITR 1 അല്ലെങ്കിൽ ITR 4 നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാണിക്കാനായിട്ട് സാധിക്കും. അതായത് മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ITR 2 അല്ലെങ്കിൽ ITR 3 ഫോം സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അത് ഷെയർസിൽ നിന്നുള്ളത് കേട്ടോ. അതായത് സെക്ഷൻ 112A പ്രകാരമുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, അതായത് ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, ലിസ്റ്റഡ് ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെയുള്ള ആ ഒരു അസറ്റിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 1.25 lakhs വരെ അത് എക്സംപ്റ്റഡ് ആണ്. കഴിഞ്ഞ ബഡ്ജറ്റിലാണ് അങ്ങനെ ഒരു ലിമിറ്റ് എൻഹാൻസ് ചെയ്തത്. അതുവരെ അത് 1 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വരുമാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് ഇൻകായിട്ട് നിങ്ങൾക്ക് ഈ ITR 1 അല്ലെങ്കിൽ ITR 4 കാണിക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. കാരണം മുൻപൊക്കെ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത് കൊണ്ട് മാത്രം തന്നെ ആളുകൾ ITR 2 അല്ലെങ്കിൽ ITR 3 ഫോം സെലക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ITR 1 4 ഈ ഒരു ചേഞ്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സംപ്റ്റഡ് ഇൻകം എന്നുള്ളൊരു പോർഷനിൽ തന്നെ നിങ്ങൾ സെയിൽ പ്രൊസീഡ്സ്, ടോട്ടൽ സെയിൽ പ്രൊസീഡ്സ്, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ബൈ ചെയ്തിരിക്കുന്നത്, നിങ്ങളൊരു 6 ലക്ഷം രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അത് എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 112A പ്രകാരം നിങ്ങൾക്കത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ITR 1 4 ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് ഇനി ITR 1 4 ഈ ഒരു ലിമിറ്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ കാണിക്കാം. ക്യാരി ഫോർവേഡ് ലോസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാനായിട്ട് സാധിക്കില്ല. അതല്ല, ഇതിലും കൂടുതലാണ് നിങ്ങളുടെ ഗെയിൻ എന്ന് വിചാരിക്കും. അതായത് നിങ്ങളൊരു ടാക്സ് അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ITR 2 അല്ലെങ്കിൽ 3 ഫോം തന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ITR ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഇതുവരെ നിങ്ങൾ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആധാർ നമ്പർ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ കോട്ട് ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ. അതല്ല, നിങ്ങൾക്ക് ആധാർ ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറിൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടല്ലോ, ആ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾക്ക് അടിച്ചു കൊടുത്തിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് ഫയൽ ചെയ്യായിരുന്നു. പക്ഷേ ഇനി മുതൽ ആ പരിപാടി നടക്കില്ല. അതായത് നിങ്ങൾക്ക് മാൻഡേറ്ററി ആധാർ ഉണ്ടായിരിക്കണം ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതായത് റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് കേട്ടോ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ആധാർ എടുക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇനി മുതൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധാർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഈ വർഷം മുതൽ മറ്റൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾക്ക് TDS പിടിച്ചിട്ടുണ്ട് എന്ന് കരുതൂ, നിങ്ങളുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സാലറിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ സർവീസസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് TDS പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫോംസിലും, അതായത് ITR 1 ആവട്ടെ, 2 ആവട്ടെ, 3 ആവട്ടെ, ഇതിങ്ങനെയുള്ള ഏത് ഫോം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ TDSൻ്റെ ഏത് സെക്ഷനിലാണ് നിങ്ങൾക്ക് TDS പിടിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് റെൻറ്റിലാണ് നിങ്ങൾക്ക് TDS പിടിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 194I സെലക്ട് ചെയ്യണം. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സർവീസസ് കൊടുത്തിട്ടുണ്ട്, അതിന് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ 194J. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സെക്ഷനിലാണ് TDS പിടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ആ സെക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് TDS ക്ലെയിം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ നിങ്ങൾ ഒരു TDSൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊരു ചേഞ്ച് ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, കഴിഞ്ഞ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് റേറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് സെക്ഷൻ 112A പ്രകാരമുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10% ആയിരുന്നു. അപ്പോൾ അത് 12.5% ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, മറ്റ് ഉള്ള ഒരുമാതിരിപ്പെട്ട ക്യാപിറ്റൽ ഗെയിനുകളുടെ ഒക്കെ റേറ്റ് 12.5% ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവട്ടെ, അതായത് 111 നിങ്ങൾ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുൻപ് 15% ആയിരുന്നു. അപ്പോൾ അത് 20% എൻഹാൻസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് ഈ ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇന്റീരിയം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ദെൻ ഫൈനൽ ബഡ്ജറ്റ് ജൂലൈ 23 അപ്പോൾ ഈ ജൂലൈ 23 എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടല്ലോ, ഒരു കട്ട് ഓഫ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ജൂലൈ 21 മുൻപ് ഒരു റേറ്റും ജൂലൈ 23 ശേഷം വേറൊരു റേറ്റുമാണ് വരുന്നത്. അപ്പോൾ ജൂലൈ 23 മുമ്പാണ് നിങ്ങൾ
ഇങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ വന്നേക്കുന്നത്, അത് ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ബുക്ക് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഴയ റേറ്റുകൾ, അതായത് 10% അല്ലാന്നുണ്ടെങ്കിൽ 15% ഇങ്ങനെയുള്ള റേറ്റുകളായിരിക്കും അപ്ലിക്കബിൾ ആവുക. അതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ വേറൊരു റേറ്റാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻസും അത് ജൂലൈ 23 മുൻപാണോ ശേഷമാണോ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഈ പുതിയ ഫോമിൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനുകളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ചേഞ്ചസ് ആണ് ഈ ഫോമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഈ ജൂലൈ 23 എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിന് മുൻപാണോ ശേഷമാണോ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സെക്ഷൻ 111A, അതായത് നമ്മുടെ ഷെയർസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഷോർട്ട് ടൈം ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ല 112A ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഷെയർസ് ഇൻ മ്യൂച്വൽ ഫണ്ടിലുള്ളത്. അപ്പോൾ ഈ കാര്യത്തിനാണത് മെയിൻലി ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ട്, അതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജൂലൈ 23 ശേഷം നിങ്ങൾക്ക് റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻഡെക്സേഷനോട് കൂടിയിട്ട് പോകാം, അല്ലെങ്കിൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ക്യാപിറ്റൽ ഗെയിൻ്റെ 12.5% ടാക്സ് എന്നുള്ളൊരു നിലയിൽ പോകാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോമിൽ അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്, നിങ്ങൾക്ക് ഒരു അൺലിസ്റ്റഡ് ബോണ്ട് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഈ ജൂലൈ 23 എന്നുള്ളൊരു ഡേറ്റ് തൊട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഫിനാൻസ് ആക്ട് പ്രകാരം വന്ന ചേഞ്ചസ് പ്രകാരം ജൂലൈ 23 മുൻപ് ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറൈസേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു പർട്ടിക്കുലർ പീരീഡിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാം, 20% ടാക്സ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്, അതായത് നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ജൂലൈ 23 ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ബോൺസിൻ്റെ കേസിൽ ജൂലൈ 23 ശേഷമാണ് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ആകെ അവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇതെല്ലാം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കും അത് ടാക്സബിൾ ആവുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചേഞ്ചസ് കൂടി നമ്മളുടെ ഈ പുതിയ ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഒക്ടോബർ 1, 2024 ശേഷം നിങ്ങൾ ഒരു ഡൊമസ്റ്റിക് കമ്പനിയിലെ ലിസ്റ്റഡ് ഡൊമസ്റ്റിക് കമ്പനിയിലെ ഷെയർസിൻ്റെ ബൈബാക്കിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബൈബാക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണ് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബൈബാക്ക് കിട്ടിയ പൈസ മുഴുവൻ ഈ 1 ഒക്ടോബർ 2024 ശേഷം ഇത് കംപ്ലീറ്റ് ഒരു ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സിലായിരിക്കും നിങ്ങളിത് കാണിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒക്ടോബർ 1, 2024 ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഇതും കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് മുൻപാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളൊരു ആംഗിളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ചസ്, അതായത് ഇപ്പോൾ ഡീംഡ് ഡിവിഡൻഡ് എന്നുള്ളൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് 1 ഒക്ടോബർ 2024 ശേഷം. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഡീംഡ് ഡിവിഡൻഡ് അപ്ലിക്കബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെഡിക്കൽ എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെക്ഷൻ 80DD അല്ലാന്നുണ്ടെങ്കിൽ 80U, അതായത് സെൽഫായിട്ട് ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു സെക്ഷനാണ് 80DD അല്ലെങ്കിൽ 80U ഒക്കെ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.25 lakhs ഒക്കെ വരെ മാക്സിമം നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന സെക്ഷനാണ്. അപ്പോൾ മുൻപൊക്കെ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു സെൽഫ് ഡിക്ലറേഷൻ പോലെയാണ് നമ്മളിത് ഫയൽ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ഫോം നമ്പർ 10IA നിങ്ങൾ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ എക്നോളജ്മെൻറ്റ് നമ്പർ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സെക്ഷനിലുള്ള ക്ലെയിംസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 80DD അല്ലെങ്കിൽ 80U ക്ലെയിം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഫോം നമ്പർ 10IA സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വരുമാനം 50 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മുൻപ് നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് അസറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അസറ്റ്സിൻ്റെ ഷെഡ്യൂൾ, അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾ ഇത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നു മുൻപ് 50 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് 1 കോടി എന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ, ഡിബഞ്ചേഴ്സിൻ്റെ, അങ്ങനെയുള്ള അതായത് ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ അത് മാത്രമല്ല, ഇപ്പോൾ ഗോൾഡ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെഹിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു അഡീഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 50 ലക്ഷം രൂപ എന്നുള്ളൊരു ലിമിറ്റ് ആയിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ, അതായത് ഈ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അത് 1 കോടി രൂപ വരെ നിങ്ങൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു എക്സംഷൻ, ഒരുപാട് ആളുകൾക്ക് ഒരു റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള അസറ്റ്സ് ഡീറ്റെയിൽസ് ഒക്കെ മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ വരുമാനം 1 കോടിയോ അതിൽ കൂടുതലുള്ള ആളുകൾക്ക് മാത്രമാണ്. ഈ പല ബിസിനസ്സുകാരും പ്രൊഫഷണൽസും ഈ 44AD അല്ലെങ്കിൽ 44AD, അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യാറുണ്ട്. വളരെ ഈസി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ 44AD അല്ലെങ്കിൽ 44ADA വെച്ചിട്ട്. അതായത് ITR 4 എന്നുള്ളൊരു ഫോമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്.
അപ്പോൾ അതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതൊന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് മുൻപ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരെയാണ് പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത്. അതുപോലെ മാത്രമല്ല, നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്, നിങ്ങളൊരു എലിജിബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു എലിജിബിൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 crores വരെയുള്ള ടേൺ ഓവറിന് നമുക്ക് ഈ 44AD എന്നുള്ളത് അപ്ലൈ ആയിരുന്നു. അതായത് 6% അല്ലെങ്കിൽ 8% നമുക്ക് ഇൻകം ഓഫർ ചെയ്യായിരുന്നു. 44AD ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ദ ടോട്ടൽ റിസീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് എൻഹാൻസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഫഷനാണ്, അതായത് 44AD ഒപ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 95% ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ റൂട്ടിൽ കൂടിയാണ്, ഇതൊരു ബാങ്കിങ് ചാനലിൽ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 75 lakhs വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 44ADA അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങളൊരു ട്രേഡറാണ്, അതായത് നിങ്ങൾ 44AD ആണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ എലിജിബിൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 2 crores എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് 3 crores വരെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ സെയിം കണ്ടീഷൻ തന്നെ, ആ 95% കണ്ടീഷൻ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്ന് വിചാരിക്കും, നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങൾ ഡിജിറ്റലി ആണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 crores വരെയുള്ള ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് 44AD വെച്ചിട്ട് നിങ്ങൾക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വന്നിരിക്കുന്നത്, നമ്മൾ സെക്ഷൻ 80C മുതൽ 80U വരെ ഒരുപാട് ഡിഡക്ഷൻസ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ പഴയ റെജീം ഒപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സാധാരണ ആരും പഴയ റെജീം അങ്ങനെ ഒപ്റ്റ് ചെയ്യാറൊന്നുമില്ല. കാരണം ഒരു കഴിഞ്ഞ നമ്മൾ റിട്ടേണിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 90% ആളുകളൊക്കെ പുതിയ ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഇപ്പോഴും പഴയ റെജീമൊക്കെ സെലക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സെക്ഷൻ 80C തൊട്ട് 80U വരെയുള്ള ആ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ആ ഒരു ബാൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് സെക്ഷനിലാണ് ക്ലെയിം ചെയ്യുന്നത് എന്ന് സെപ്പറേറ്റ്ലി നിങ്ങൾ ഓരോന്നും ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 80C ആണെങ്കിൽ 80Cയിൽ ഇത്ര, 80D ആണെങ്കിൽ 80Dയിൽ ഇത്ര, അങ്ങനെ നിങ്ങൾ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട്, അപ്പോൾ നിങ്ങൾ ഏത് സെക്ഷനിലാണ് ക്ലെയിം ചെയ്യുന്നതെന്ന് നിങ്ങൾ സെപ്പറേറ്റ്ലി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാൻഡേറ്ററി ആണ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്രാവശ്യം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡോർമെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, ഇപ്പോൾ മോർ ദാൻ 2 years ആയിട്ട് ഒരു അക്കൗണ്ട് ഡോർമെൻ്റ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് കാണിക്കേണ്ടതായിട്ടില്ല. പക്ഷേ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ AIS, അതായത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതിലൊന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക് അക്കൗണ്ടും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതൊരു ക്രോസ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡോർമെൻ്റ് അക്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാം. അപ്പോൾ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഫോമിൽ ഇത്രയും ചേഞ്ചസുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളിതൊക്കെ ഒരു മിസ്സായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു റിട്ടേൺ ചിലപ്പോൾ ഡിഫക്റ്റീവ് ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരുപാട് എഫർട്ട് അതിന് എടുക്കേണ്ടി വരും, അത് റെക്ടിഫൈ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.